വലിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒരു ഇന്നർ പീസിലേക്കും ഒക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഷെയർ ചെയ്യാം. എന്താണെന്നറിയാമോ? ഫോർഗിവിങ്, അൺകണ്ടീഷണൽ ഫോർഗിവിങ്, അൺകണ്ടീഷണൽ ലവ് ആൻഡ് അൺകണ്ടീഷണൽ ഫോർഗിവിങ്. കാരണം എന്താണെന്നറിയാം, നമ്മളങ്ങ് ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇക്വിലിബ്രിയത്തിലോട്ട് വരും. പെട്ടെന്ന് ദേഷ്യം, വൈരാഗ്യം, അസ്വസ്ഥതയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തളരും, ക്ഷീണിക്കും, വായ്ക്ക് അകത്തുള്ള സലൈവ നഷ്ടപ്പെടും, ഒരുങ്ങാനും ഷേവ് ചെയ്യാനും ഒന്നും തോന്നത്തില്ല. ആകെ നമ്മളങ്ങ് ഒരു മൂഡ് ഓഫായി പോവും. നേരെ മറിച്ച് അൺകണ്ടീഷണലായിട്ട് അങ്ങ് ഫോർഗീവ് ചെയ്യാനും ഫൊർഗെറ്റ് ചെയ്യാനും ശ്രമിച്ചാലുണ്ടല്ലോ, ഏറ്റവും വലിയ സന്തോഷം, ബ്ലെസ്സിങ് നമുക്ക് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ കയ്യിൽ തീ വെച്ചുകൊണ്ട് നടന്നാലേ നമ്മുടെ കൈയല്ലേ ആദ്യം പൊള്ളുന്നത്. തീക്കൊള്ളി വെച്ച് ഒരാൾ എറിയുകയാണെന്നുണ്ടെങ്കിലോ എറി കൊള്ളണമെന്നില്ല, പക്ഷെ കൈ പൊള്ളും, ഉറപ്പാണ്. പോക്കറ്റിൽ തീ കൊണ്ട് നടക്കരുത്, പോക്കറ്റിൽ തീക്കട്ട കൊണ്ട് നടക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അൺകണ്ടീഷണലായിട്ട് നമുക്ക് ഫോർഗീവ് ചെയ്യാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്താം. അത് നമുക്ക് തന്നെ നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. ഒരുപക്ഷെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയവർ, കളിയാക്കിയവർ, വേദനിപ്പിച്ചവർ, നമ്മുടെ ഒരു ആങ്കറിനൊക്കെ ഒരു ജെനുവിനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാം. പക്ഷെ അവരുടെ കോണ്ടെക്സ്റ്റ്, അവരുടെ ഹെറിഡിറ്റി, അവരുടെ എൻവയൺമെൻറ്റ്, ആ സമയത്ത് അവർ കടന്നു പോയിരുന്ന ആ ഒരു ട്രോമ നമുക്ക് തന്നെ തോന്നിയിട്ടില്ലേ പലപ്പോഴും ആ ഡയലോഗ് പറയണ്ടായിരുന്നു എന്ന്? അപ്പോഴത്തെ ആ സ്ട്രെസ്സിൽ, അപ്പോഴത്തെ ആ ഒരു വാശിയിൽ, ടെൻഷനിലൊക്കെ അങ്ങ് പറഞ്ഞു പോയി. പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നത്തില്ലേ, അത് വേണ്ടായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ അങ്ങ് സംഭവിച്ചു പോയതാണെന്നൊക്കെ ഒന്ന് വിചാരിച്ച് അങ്ങ് ഫൊർഗീവ് ചെയ്യാൻ, എല്ലാം മറക്കാനും ഫൊർഗീവ് ചെയ്യാനും പരിശ്രമിച്ചാലുണ്ടല്ലോ, നമ്മുടെ പ്രഷർ കുറയും, നമ്മുടെ ഹാപ്പിനെസ് കൂടും, കണ്ണിന് താഴെയുള്ള കറുപ്പ് കുറയും, രോഗപ്രതിരോധശേഷി കൂടും, ദീർഘായുസ് കിട്ടും, പുഞ്ചിരി വരും, സന്തോഷം വരും, സമാധാനം വരും, ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ലതായിട്ട് മാറും. കുഞ്ഞായിട്ടുള്ളൊരു കുഞ്ഞു കാര്യമാണ്, പക്ഷേ ഇച്ചിരി ടഫാണ്. പക്ഷെ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. അവർക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചുമ്മാതെ അവർക്കൊരു മെസ്സേജ് അയക്കുക, അവർക്ക് നല്ലത് വരുമ്പം സന്തോഷിക്കുക. അവർക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പം ശരിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സങ്കടം നമ്മളും കൂടെ ഏറ്റെടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഫോർഗീവിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ലോകത്തിൽ ഏറ്റവും വലിയ മാജിക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്, ഹാപ്പിനെസ് നൽകുന്നത്, നമ്മുടെ സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഒക്കെ ഉറപ്പാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. നല്ല ആശംസകൾ. താങ്ക് യു. ഗോഡ് ബ്ലസ്. സ്നേഹപൂർവ്വം, ഡോക്ടർ ജോജു ജോൺ. താങ്ക് യു.